സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് 4 മുതൽ ഡിസംബർ 4 വരെ എന്യൂമറേഷൻ ഫോറം വിതരണവും സ്വീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശങ്കകൾ നമ്മൾ ഏതാണ്ട് ദൂരീകരിച്ച് ഒരുവിധം നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 90% അല്ലെങ്കിൽ 95% ഫോംസ് ഇവിടെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചു വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഫോം പൂരിപ്പിക്കുന്നതിലും അതുപോലെ ഇതിന്റെ കാര്യങ്ങളിലും ചില ആശങ്കകൾ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പട്ടാമ്പി താലൂക്കിന്റെ കീഴിലുള്ള 340ഓളം പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒരു ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് 340 സ്ഥലങ്ങളിലും സ്വീകരണ ക്യാമ്പുകൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനും ഫോം സ്വീകരിക്കുന്നതിനുള്ള ഫില്ല് ചെയ്ത ഫോമുകൾ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി NSS, NCC അതുപോലുള്ള സന്നദ്ധ പ്രവർത്തകര്, രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് BLOയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ദിവസങ്ങളായി 18, 19, 20 3 ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ വോട്ടർമാർക്ക് നേരിട്ടെത്തി അവരുടെ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നതിനും അതുപോലെ പൂരിപ്പിക്കാനുള്ള സഹായങ്ങൾ തേടാനും BLO നേരിട്ട് ഏൽപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമ്പുകൾ 18, 19, 20 തീയതികളിലായിട്ട് നടത്തുന്നത് ക്യാമ്പുകളിലേക്ക് വരാൻ സൗകര്യപ്പെടുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഫോം വെരിഫൈ ചെയ്തുകൊണ്ട് നേരിട്ട് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേസമയം ആ ദിവസങ്ങളിൽ സ്ഥലത്തില്ലാത്തവർക്കും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ ക്യാമ്പുകളിലേക്ക് വരാൻ കഴിയാത്തവർക്കും വരാൻ ഉദ്ദേശമില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി 4-ാം ദിവസം മുതൽ BLO ഓരോ ബൂത്തിലെയും സീരിയൽ നമ്പർ 1 മുതൽ തന്നെ വീട് നമ്പർ 1 മുതൽ തന്നെ ഓരോ വീട്ടിലെയും കയറി ഇറങ്ങി ഫോമുകൾ, കിട്ടാത്ത ഫോമുകൾ തിരിച്ചു വാങ്ങിക്കുകയും അരിച്ചു പെറുക്കി അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം അതിന്റെ തുടർച്ചയായിട്ട് BLOക്ക് വേണ്ടി ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അത് ഇതിന്റെ ക്യാമ്പിലും അതിന്റെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. അത് BLO ആപ്പിൽ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഡിജിറ്റൈസേഷൻ. അപ്പോഴാണ് ഈ പ്രവൃത്തി പൂർണ്ണമാവുന്നത്. അപ്പോ ഇതുവരെ നടന്നുള്ള പട്ടാമ്പി താലൂക്കിലെ 2 നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തന സമയബന്ധിതമായിരുന്നു. BLOമാര് രാത്രിയും പകലും ഭേദമന്യേ ഇടവഴികളും റോഡുകളും പാടങ്ങളും ഒന്നും വകവെക്കാതെ, അതായത് വെയിലും മഴയും ഒന്നും വകവെക്കാതെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് നമ്മൾ 15-ാം തീയതി മുമ്പായിട്ട് പൂർണ്ണമായിട്ടും വിതരണം പൂർത്തിയാക്കിയത്. ഇനി കയ്യിലുള്ള ചില ഫോമുകളുണ്ട്, അത് നമ്മൾ ആളെ കണ്ടെത്താൻ കഴിയാത്തവരും ഇപ്പൊ എവിടെ താമസമുണ്ടെന്ന് അറിയാത്തവരും ആരാലും ചോദിച്ചാലും കൃത്യമായ വിവരം കിട്ടാത്തവരുമാണ്. അപ്പോൾ അതും നമ്മളിപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് BLAമാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോ തിരിച്ചു വാങ്ങിക്കുന്ന ഫോറം നമ്മൾ ക്യാമ്പിൽ വെച്ച് ചെയ്യുകയും അഥവാ ക്യാമ്പിൽ വരാത്ത അല്ലെങ്കിൽ ക്യാമ്പിൽ വരാൻ സൗകര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വീടാന്തരം കയറി ഇറങ്ങുകയും ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. BLOമാർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കണം. പട്ടാമ്പി താലൂക്കിനെ സംബന്ധിച്ച് ഇതുവരെയും BLO സൂപ്പർവൈസർമാരും BLOയും അതുപോലെ തന്നെ അഡീഷണൽ ERമാരും നമ്മുടെ EROയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ മനുഷ്യത്വപരമായും വളരെ എമ്പതൈസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് അവരവരുടെ ഏറ്റവും നല്ല റിസൾട്ട് പുറത്തെടുത്തിട്ട് നമുക്കിത് സാധ്യമാക്കിയത്. എല്ലാം അവസാനിച്ച് ഡിസംബർ 4-ന് മുമ്പ് എല്ലാവരും, അർഹതപ്പെട്ട എല്ലാവരും പട്ടികയിലേക്ക് തിരിച്ചു കയറുകയും അനർഹരായ അല്ലെങ്കിൽ മരിച്ചുപോയ അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുള്ള അവരെ പട്ടികയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് നമുക്ക് സാധ്യമാക്കാനുള്ള എല്ലാ പ്രവർത്തനവും ഇവിടെ വളരെയധികം സജീവമായി നടന്നുകൊണ്ടിരിക്കും.